മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ നമ്മൾ ഇറങ്ങിയതാ. ഹായ് ഗായ്സ്, ഫിഷിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ വള്ളത്തെ കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങുക കേട്ടാ. നമ്മൾ ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലായിട്ട് കേട്ടോ. മീൻ പറയണ എന്നാണ് പറഞ്ഞു നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇത് നല്ല മീനൊക്കെ മറിയണ കണ്ടിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മളെ അർജുനുണ്ട് കൂടെ. അർജുനാണ് നമ്മുടെ സാരഥി. വള്ളം തഴയണ പറപ്പിക്കടാ. ഫ്രണ്ടിൽ കണ്ണപ്പനുണ്ട്. കണ്ണപ്പൻ കാസ്റ്റിങ് തുടങ്ങി കേട്ടാ. അത് ഞങ്ങൾ അത്യാവശ്യം വെയിലായി കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ. രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മീനൊക്കെ അടിക്കുമെന്നല്ലോ, നമുക്ക് ഇനിയിപ്പോൾ പോയി നോക്കാം കേട്ടോ. ഗായ്സ്, അപ്പോൾ ഇത് നല്ല ഉച്ചിയിലടിക്കണ വെയിലാണ്, വെള്ളം മറിക്കലാവേ. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ ഗായ്സ്, നമ്മൾ നട്ടുച്ചക്ക് ഇറങ്ങിയിട്ട് ചുമ്മാ വീട്ടിൽ നിന്നപ്പോൾ കൂട്ടുകാർ വിളിച്ചു, അവിടെ ചൂണ്ടിടാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ ഇറങ്ങിയത് കേട്ടോ. നല്ല കിടുക്കാച്ച ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിടുക്ക സാധനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. സൈസ് സാധനം മോനെ കണ്ടാ, പിന്നൊക്കെ വിടർത്തി വെച്ചേക്കണ കണ്ടാ. നമ്മുടെ ലിസാഡയിലാണ് കേട്ടോ അടിച്ചേക്കണത്. അത് ടൈറ്റൻ നമ്മുടെ കയ്യിൽ നിന്ന് നൈസായിട്ട് മിസ്സായി. നമ്മൾ അതുമായിട്ട് ഇറങ്ങാനൊക്കെ വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ നമുക്കിത് അപ്രത്യക്ഷമായിട്ട് അടിച്ച സാധനം കേട്ടോ. നമുക്ക് ഉച്ച സമയത്ത് മീനടിക്കുന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. അത് എടാ പ്ലെയറിങ് നടത്തണം മോനെ. കിടില സൈസ്. സൈസ് എന്നൊക്കെ പറഞ്ഞ് ഇത്ര സൈസ് വേണം കേട്ടോ. നമുക്കപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളെ മീൻ കയറിയൊക്കെ കേട്ടാ. മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ നമ്മൾ ഇറങ്ങിയതാ. സൈസ് സാധനം കേട്ടോ. നമുക്ക് സ്ട്രൈക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ നല്ല ഒഴുക്കാണ് കേട്ടോ. ഒഴുക്ക് കാണിച്ചു കൊടുത്തതാ. ഇത് കണ്ട നല്ല കിടില ഒഴുക്കാണ്. ആ ഒഴുക്കിനെതിരായിട്ടാണ് കയറി വന്നത് വള്ളത്തിൽ. ആ ഒഴുക്കിനെതിരായിട്ട് തുഴഞ്ഞു വന്നത് കാരണം നമുക്ക് വീഡിയോ എടുക്കലൊന്നും നടക്കുകയില്ല. നമുക്ക് ഏതായാലും ഇതിനടുത്ത് വലയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കാസ്റ്റിങ് തുടങ്ങിയൊക്കെ കണ്ട എന്താ ഗായ്സ്. അപ്പോൾ നമ്മൾ വള്ളത്തെ പോയിക്കൊണ്ടിരിക്കുക കേട്ടാ. നമുക്കപ്പോൾ ഒരു ചെറുമീൻ മാത്രമേ ഇതുവരെ അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പം സമയം ഒരു 3 മണിയൊക്കെ ആയി. നമ്മൾ ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഉച്ചയപ്പോൾ ഇറങ്ങിയതാണ്. പെട്ടെന്ന് നമ്മൾ വലിയ പ്ലാനൊന്നും ഇല്ലാണ്ട് പെട്ടെന്നങ്ങ് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ചോറ് കഴിച്ചിട്ട് വൈകിട്ട് മഴയില്ലെങ്കിൽ വൈകിട്ടൊന്നും കൂടി ഇറങ്ങും. അല്ലെങ്കിൽ ആ വീടിൻ്റെ അടുത്ത് തന്നെ നാടൻ വരാലിനെ അടിക്കാൻ നോക്കാൻ വേണ്ടി പോകണമുണ്ട്. ആ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അത് കാര്യം അപ്പോൾ വെളുപ്പിനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വൈകിട്ട് കാസ്റ്റ് ചെയ്യാൻ പോയായിരുന്നു. ആ ചെറുമീനെ കിട്ടിക്കഴിഞ്ഞ് കാസ്റ്റ് ചെയ്യാൻ പോയി. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആരും കൂടെ ഇല്ലായിരുന്നു. ഒറ്റക്കാണ് പോയത്. കാരണം നമ്മൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ 2 വരാലും ഇന്നലെ കിട്ടിയായിരുന്നു. നാടൻ വരാലും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ വെളുപ്പിന് നമ്മൾ ഇനിയിപ്പോൾ മാർക്കറ്റിൽ പോകാൻ പോയി കേട്ടോ. നമ്മുടെ വൈക്കത്ത് മാർക്കറ്റിൽ കൊണ്ട് മീനിനെ കൊടുക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റിലെ വിശേഷങ്ങൾ കാണാം. അതിന് മുമ്പ് കിട്ടിയ വരാലിനൊക്കെ കാണിച്ചത് കേട്ടോ. കേട്ടോ നാടൻ വരാലിൽ കണ്ടെണ്ണം അത്യാവശ്യം സൈസ് കൊണ്ട് 2 നാടൻ വരാലും ഇവിടെ നാളെ കാണിച്ചു കൊടുക്കും. ഇത് നമുക്ക് കിട്ടിയ ചെറുമീനും കേട്ടോ. അത് ഡെഡായിരുന്നു കേട്ടോ ഇന്നലെ. നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. നമുക്കിനിയിപ്പോൾ ഇതുമായിട്ട് നേരെ മാർക്കറ്റിലോട്ട് പോകും കേട്ടോ. എന്നിട്ട് മാർക്കറ്റിലുള്ള കാഴ്ചയൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മാർക്കറ്റ് കേട്ടോ. കോലൂത്തങ്കടവ് മാർക്കറ്റ് എന്നാണ് പേര് കേട്ടോ.
നമ്മൾ മീൻ കൊടുത്ത മുതലാളി ഇവിടെ നിൽക്കണേ. എനിക്ക് 300 രൂപ. ഒരു കിഡിലും കട്ടലായിട്ട് കിടക്കണത്. ഈ ഒരു ഭാഗത്ത് മൊത്തം ഈ കായലിലും ആറ്റിലും പുഴയിലൊക്കെ മീനാകട്ടോ. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കടൽ മീനുകളും വരുന്നുണ്ട്. ഇതൊക്കെ കൂരിയൊക്കെയാണ് ഇവിടെ. കിട്ടിലും കരിമീനും കിട്ടിലും കാളാഞ്ചി കിടക്കണം. കായലിൽ നിന്ന് പിടിക്കണ കാളാഞ്ചി കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ അവിടെ ഇട്ടേക്ക് കേട്ടോ. പിന്നെ ചെറുമീൻ ഇപ്പോൾ ഒരെണ്ണം വിറ്റ് പോയി കേട്ടോ. ഇനിയിപ്പോൾ 2 വരാൽ കൂടെ കിടപ്പുണ്ട്. പിന്നെ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് മാർക്കറ്റിലെ കാഴ്ചയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് കഴിയുമ്പോൾ 11 മണിക്കൊരു മാർക്കറ്റ് കൂടെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് വലിയ ആളൊന്നും ഉണ്ടായില്ല. ഈ വെളുപ്പിൻ്റെ സമയത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് ഇവിടെ നല്ല ആളെ കാണാൻ പറ്റണത്. കടൽ മീനൊക്കെ ആയിട്ട് വന്നേക്കണ വണ്ടികളാട്ടോ ഈ മൊത്തം കിടക്കണം. ഈ ഭാഗത്തൊക്കെ സാധാരണ സമയത്ത് കടൽ മീനൊക്കെ വലിയ സ്രാവ് പോലത്തെ മീനൊക്കെ കിടക്കണ കേട്ടോ. പക്ഷേ ഈ ട്രോളിംഗ് ഒക്കെ വന്ന കാരണം തോന്നണം വലിയ മീനുകളൊന്നും കാണാനില്ല. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വേമ്പനാട്ട് കായൽ കേട്ടോ. ഇവിടെ ചേച്ചിമാർ മീൻ വെട്ടിക്കൊടുക്കണതാണ്. വെളുപ്പിന് സമയം കാരണം ഇഷ്ടം പോലെ ആൾക്കാർ ഓരോ സ്ഥലത്തുനിന്നും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറുമീൻ 600 ഉണ്ടായിരുന്നു. വരാൽ 600 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. രണ്ടും കൂടെ മൊത്തം നമുക്ക് 580 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 640 രൂപ ഉണ്ടായിരുന്നു. 60 രൂപ കമ്മീഷൻ പിടിച്ചിട്ടാണ് നമുക്ക് 580 രൂപ കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ വിറ്റ് പോയിട്ടുണ്ട്. ഇത് കറിക്കുള്ള കുറച്ച് മീനും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് അയില മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോയേക്ക് വീട്ടിൽ ചെന്നിട്ട് രാവിലെ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റുമെന്ന് നോക്കണം. വെള്ളം ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ടൊന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോകണം. ഗായ്സ്, അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് കാസ്റ്റ് ചെയ്യാൻ പോകാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. എന്നാ പറയണേ, ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ കൂടെ സെറ്റ് ചെയ്യണേ. എല്ലാവർക്കും ബൈ ബൈ.